നമുക്കിന്ന് പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ കായയും ഒരു ചെറിയൊരു കായക്കൊലയാണ്. ഇതിപ്പോൾ ഒരു ഒടിഞ്ഞ് വീണിട്ടുണ്ടായതാണ്. അപ്പോൾ ഇതിലത്തെ ചെറിയ കായ എടുത്തിട്ട് ഇതും പരിപ്പും കൂടി നമുക്കൊരു ഒഴിച്ചെറി ഉണ്ടാക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കായെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് വേവാനാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കായ അതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിൻ്റെ അരപ്പിന് കുറച്ച് തേങ്ങ, പിന്നെ ഞാനൊരു ഒരു തക്കാളി കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളകും ചെറിയ ജീരകവും ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് കായ കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പം കൂടെ അതിലോട്ട് ചേർക്കാം. ഇപ്പോൾ ഇവിടെ പരിപ്പും കായയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പൂടെ ചേർക്കാം. നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയിലോട്ട് നമുക്ക് താളിച്ചൊഴിക്കാം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള പരിപ്പും കായയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.